ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് HTCയുടെ 616 എന്ന് പറയുന്ന മോഡലിൻ്റെ മെമ്മറി കാർഡ് എടുക്കാത്ത കംപ്ലയിൻസിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് മെമ്മറി കാർഡ് എടുക്കുന്നില്ല, അതിൻ്റെ ലൈൻസ് എങ്ങോട്ടൊക്കെയാണ്, ഏതൊക്കെ സ്പെയറുകൾ ഡാമേജ് ആകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഫോൺ അഴിക്കാനായിട്ട് പാടുള്ളവർക്ക് മുകളിലൊരു കാർഡ് കാണിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് ലിങ്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒന്നാമത്തെ പോയിൻ്റ് കയറുന്നത് ഇവിടെ കുറേ ഡോട്ടുകളുണ്ട്. ഇവിടെ 1 2 3 4 5 6 7 8 ഡോട്ടുകളുണ്ട്. ഇതിന് ആകെ 9 പിന്നുകളുണ്ട്. പിന്നുകളെല്ലാം 9 എണ്ണം ഉണ്ട്. ഇത് 8 ഡോട്ടേ ഉള്ളൂ. കണക്ഷൻ കയറുന്നത് ഇതിൻ്റെ താഴോട്ട് തന്നെയാണ്. എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ പോയിൻ്റ് ഒന്നാമത്തെ ഡോട്ടിലേക്ക്, രണ്ടാമത്തെ പിന്ന് രണ്ടാമത്തെ ഡോട്ടിലേക്ക്, മൂന്നാമത്തെ ഡോട്ടിലേക്ക്, നാലാമത്തെ ഡോട്ടിലേക്ക്, അഞ്ചാമത്തേത് നോ കണക്ഷനാണ്, ആറാമത്തേത് അഞ്ചാമത്തെ ഡോട്ടിലേക്ക്, ഏഴാമത്തേത് ആറാമത്തെ ഡോട്ടിലേക്ക്, എട്ടാമത് ഏഴാമത്തെ ഡോട്ടിലേക്ക്, ഒമ്പതാമത് എട്ടാമത്തെ ഡോട്ടിലേക്ക്. അപ്പോൾ ഇതിനകത്ത് ഒന്നും ആലോചിക്കാനില്ല. ഇത് ഒരെണ്ണം അഞ്ചാമത്തെ കണക്ഷൻ, ഈ സൈഡിൽ നിന്ന് അഞ്ചാമത്തെ കണക്ഷൻ മാത്രം നോ കണക്ഷനാണ്. എല്ലാം താഴോട്ടാണ് കയറുന്നത്. അപ്പോൾ നിങ്ങൾ മെമ്മറി കാർഡ് ഡാമേജ് ആയിട്ടുള്ള ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂറ്റി ചെയ്യുക, റെസിസ്റ്റൻസിലിട്ടേച്ച് ഒരു പോൾ നെഗറ്റീവ് വയ്ക്കുക, എന്നിട്ട് ഇങ്ങോട്ട് നോക്കുക. ഓരോ പിന്നിലും റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അഞ്ചാമത്തെ പിന്ന് മാത്രം വിട്ടേക്കുക, ബാക്കിയുള്ള എല്ലാ ലൈനിലും കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഏത് ലൈനായി കാണിക്കുന്നില്ല ആ ലൈനിൽ തപ്പി അങ്ങ് പോയാൽ മതി. നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.